ഹൈ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസന് തമിഴ്നാട്ടിൽ പൊങ്കാല. നമ്മുടെ പച്ച തമിഴന്മാരെ വല്ലാണ്ട് അവരുടെ പ്രതികരണം കുറച്ച് അതിരി കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഒരു ക്രഷ് ആയിരുന്നു നവ്യ നായർ. ഇപ്പം നവ്യ നായരിനെ ഒരു വേദിയിൽ ആദ്യമായിട്ട് ധ്യാൻ ശ്രീനിവാസന്റെ മുമ്പിൽ കിട്ടുകയാണ്. സോ ഒരുപാട് ദിലീപൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു, നവ്യ നായർ ഞാൻ സി എം ആകുന്ന സമയത്ത്, കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ സി എം ആകുന്ന സമയത്ത് ആ ഫംഗ്ഷന് ഞാൻ സി എമ്മിൻ്റെ അത് നമ്മുടെ എന്താണ് സത്യപ്രതിജ്ഞ സമയത്ത് നവ്യ നായർ കുറച്ച് രണ്ടുപേർക്കും പ്രായമായിട്ടുണ്ട്. അപ്പം മുമ്പിൽ സ്റ്റേജിന്റെ മുമ്പിൽ സീറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ ഒരു കോമിക് ആയിട്ടുള്ള ഒരു വേർഡ്സ് തമിഴ്നാട്ടുകാർ എന്ത് ചെയ്തു, അത് ആക്ച്വലി തൃഷ വിജയനെ ഒരു കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ സംസാരിച്ചെങ്കിലും അവിടെ അത് കൊണ്ടുവന്ന് മാത്രമല്ല തമിഴ്നാട്ടുകാർ അതിന് ഭയങ്കര പ്രതിഷേധമാണ് ധ്യാൻ ശ്രീനിവാസനെതിരെ. എങ്ങൾ അണ്ണാവെ തൊട്ടാൽ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ പറയാൻ പാടില്ല, വിജയ്ക്കുള്ള ക്വാളിറ്റി ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടോ, അങ്ങനെ ഇവരുടെ എഫ് ബിയിലും ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ഇവന്മാർ ഭയങ്കരമായിട്ട് എന്താണ് ഇത് സ്പ്രെഡ് ചെയ്യാണ്, ഒരു തരം ക്യാമ്പയിൻ പോലെ. പക്ഷെ നമ്മുടെ അണ്ണനെ ആയിരിക്കും തോപ്പിക്കാനാവില്ല. കാരണം മലയാളത്തിൽ തന്നെ സിനിമ ചെയ്തിട്ട് പുള്ളിയുടെ സിനിമ ജയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവന്മാര് വല്ല ബാനോ വല്ലതും കൊണ്ടുവരും തമിഴ്നാട്ടിൽ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ കളിക്കാൻ. പക്ഷെ അങ്ങനെ സിനിമ കളിക്കാറുമില്ല. കാരണം പുള്ളിന്റെ സിനിമ കേരളത്തിൽ കളിച്ചാലേ പിന്നെ തമിഴ്നാട്ടിൽ പോകുള്ളൂ. അതുകൊണ്ട് തമിഴന്മാർ അത് ഓർത്തിട്ട് നിങ്ങൾ ബാൻ ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് മലയാളീസിന് പേടിയുമില്ല. കാരണം എന്താ, പുള്ളിയുടെ സിനിമ ആരും ഇവിടെ തന്നെ കാണാറില്ല. ഒട്ടിയിട്ടൊന്നും എനിക്ക് തോന്നുന്നു പുള്ളി തന്നെ കാണാറില്ല. പുള്ളി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പച്ചത്തമിഴന്മാർ അങ്ങനെയാണ്, അവരങ്ങനെയാണ് ആരാധിക്കുന്നത്. അവരെന്താ പറയാ, ഈ ഖുഷ്ബുവിന് വേണ്ടി അമ്പലം പണിതവരാണ് അവര്. നമ്മളെ ഒരു ആൾദൈവത്തിന്റെ കൂടെ അറസ്റ്റിലായ നമ്മുടെ മോഹൻലാലിന്റെ പടത്തിലൊക്കെ അഭിനയിച്ചൊരു നായികയുണ്ട്, പുള്ളിക്കാരിക്ക് വേണ്ടി അമ്പലം പണിത. അങ്ങനെ ആരാധന മൂത്ത് കബാലിക്ക് ടിക്കറ്റ് കിട്ടാനിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ച ആത്മഹത്യ ചെയ്ത ആരാധകരുള്ള, അതായത് രജനീകാന്ത് ആരാധകരുള്ള, അങ്ങനെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിയിട്ട് ആരാധകർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വിജയന്റെ ഒരു സംഭവം അറിയാലോ, നമ്മുടെ ഒരു പാർട്ടി പ്രഖ്യാപന സമയത്ത് ഒരു വലിയൊരു പരിപാടി സംഘടിപ്പിച്ച സമയത്ത് അത്രയും ആൾക്കാർ വന്നിട്ട് ആൾക്കൂട്ടത്തിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് അതൊക്കെ ഒരു എന്താണ് വീരമൃത്യു പോലാണ്. കാരണം അവർ പച്ച തമിഴന്മാരാണ്. സോ അവരെ എക്സ്പോസ് ചെയ്യുന്നതാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യുന്ന. അവരെ എക്സ്പോസ് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കൊണസ്റ്റായിട്ടുള്ള ആരാധന കാരണമാണ്. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ ഇവർ ഇത്ര വലിയ ക്യാമ്പയിൻ നടത്തിനെ കൊണ്ട് പുള്ളിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും പുള്ളി വർഷത്തിൽ 5-6 പടം കണ്ടിന്യൂസ് OTT-യിലും തിയേറ്ററായിട്ട് ഇറക്കും. ഒന്നും ഓടാറില്ല. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ പച്ചത്തമിഴന്മാർ ഉണർന്ന് നിങ്ങളിങ്ങനെ ക്യാമ്പയിൻ നടത്തിക്കോളൂ. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല. കാരണം എന്താ, ഒരു റിയാലിറ്റിയാണ് അത്. അത്രയും കാലം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ വിജയ് സത്യപ്രതിജ്ഞ കേൾക്കുമ്പോൾ തൃശ മുമ്പിലിരിക്കുന്നു. അതിനെ ഒരു വേറൊരു ആംഗിളില് പുള്ളി ധ്യാൻ ശ്രീനിവാസൻ പുള്ളിന്റെ ഒരു ലൈഫുമായിട്ട് പുള്ളിയുടെ ഏറ്റവും വലിയ ക്രഷായിട്ടുള്ള നവ്യ നായരെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഇങ്ങനത്തെ ചില സംഭവങ്ങൾ നടക്കുമ്പോഴാണ് നമുക്കൊരു സുഖമൊക്കെ കിട്ടുന്നത്, പ്രത്യേകിച്ച് വല്ലതൊക്കെ സംസാരിക്കാൻ കിട്ടുന്നത്. അപ്പൊ എനിവേ എല്ലാ തമിഴന്മാർക്കും ബിഗ് സല്യൂട്ട്. നിങ്ങൾ ഇങ്ങനെ ആവരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഓക്കെ.